ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു വേൾഡ് വിസിറ്റിംഗ് വീഡിയോ ആയിട്ടാണ്. ഇത് നമ്മുടെ ഒരു പഴയ ലെറ്റ്സ് പ്ലേ വേൾഡാണ്. നമ്മളും നമ്മുടെ കൂട്ടുകാരന്മാരായിട്ടൊക്കെ കളിച്ചൊരു ലെറ്റ്സ് പ്ലേ വേൾഡാണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇതിനകത്തെ ബിൽഡൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചു. അപ്പോൾ ജസ്റ്റ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസ്. നമ്മൾ വന്നിട്ട് പണിഞ്ഞ ബേസ് ഇതാണ്. അതുപോലെ വലിയ സെറ്റപ്പൊന്നും ഇല്ല, ജസ്റ്റ് ഒരു കാഷ്വൽ ബേസ് എന്നാണ് പറയാം. ഇതാണ് ബ്രൂയിങ് ഏരിയ, ഇത് കിച്ചൺ, ജസ്റ്റ് ആർമറൊക്കെ സെറ്റ് ചെയ്യുന്ന സ്ഥലം. പിന്നെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതാണ് ബെഡ്റൂം. ഓക്കെ, അത്രേ ഉള്ളൂ. നമ്മുടെ ഒരു ഫസ്റ്റ് സ്റ്റാർട്ടർ ബേസ് എന്ന് പറയാം. നമ്മുടെ മെഗാ ബേസ് വരുന്നുണ്ട്, മെഗാ ബേസ് അപ്പുറത്തുണ്ട്. ഇത് പിന്നെ നമ്മൾ ജസ്റ്റ് മതിലൊക്കെ വെച്ച് കവർ ചെയ്ത് വേണ്ട ഫുൾ സെറ്റപ്പ് ആക്കി. ഇവിടെ ഒരു ഫൗണ്ടൻ വരുന്നുണ്ട്, അതിൻ്റെ മണ്ടയ്ക്ക് ഡ്രാഗൺ എഗ്ഗ്. പിന്നെ നമ്മളിവിടെ കുറച്ച് കളറാക്കാനായിട്ട് കുറച്ച് കസ്റ്റം ബിൽഡ്, അതായത് കസ്റ്റം ഹൗസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് ഒരു ഹട്ട് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ പോണ്ടും അങ്ങനെ കുറച്ച് സെറ്റപ്പ് ഒക്കെയാണ് ഇവിടെ. പിന്നെ ഇവിടെ ചെറിയൊരു ചിക്കൻ ഫാം ആയിരുന്നു, ഇവിടെ ചെറുതായിട്ട് 2 ഫാമൊക്കെ ഉണ്ട്. ഇവിടെ പിന്നെ ഒരു ക്യാമ്പ് ഫയർ ഏരിയ. ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ ബേസിൻ്റെ ബിൽഡ്, അതായത് സ്റ്റാർട്ടർ ബേസിൻ്റെ ബിൽഡ്. ഇതുവഴിയാണ് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ബേസിലോട്ടൊക്കെ പോകുന്നത്. നമ്മൾ ആദ്യം തന്നെ സഫുവിൻ്റെ ബേസിലേക്കാണ് പോകുന്നത്. ഇതാണ് സഫുവിൻ്റെ ബേസിലേക്ക് പോകാനുള്ള പാലം. ഇതൊക്കെ അവൻ പണിഞ്ഞാണ് ഗൈസ്. ഇവിടെ ജസ്റ്റ് ഒരു ചില്ലിങ് ഏരിയ ഒക്കെ ഉണ്ട്. ഇവിടെ ആയിട്ട് ജസ്റ്റ് ചില്ലിങ് ഏരിയ ഉണ്ട്. അവിടെ ഒരു ബെഡും അവിടെ നിന്നൊക്കെ ചില്ല് ചെയ്യാനുള്ള. അപ്പോൾ ഇതുവഴി ഇങ്ങനെ ഈ പാത്തൊക്കെ പുള്ളി തന്നെ സെറ്റ് ചെയ്ത് അവൻ തന്നെ സെറ്റ് ചെയ്താണ് ഗൈസ്. ജസ്റ്റ് ഈ കാണുന്നതാണ് സഫുവിൻ്റെ ബേസ്. അവന് ഇതുപോലെ ജസ്റ്റ് മതിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് അപ്പോൾ അവൻ്റെ ബേസ്. അത്യാവശ്യം വലിയ സെറ്റപ്പാണ്, നമ്മളെക്കാട്ടും വലിയ ബേസ് ഒക്കെയാണ് ഗൈസ്. ഓക്കെ, നമ്മുടെ കൂടെ കളിച്ച ഫിനിക്സ് എന്ന് പറയുന്ന ഒരു പ്ലെയർ ഉണ്ട്. പുള്ളിയുടെ ബേസ് കാണിച്ചു തരാം. പുള്ളിയുടെ ബേസിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒരു റെയിൽവേ ട്രാക്ക് പോലൊരു സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണത്. അപ്പോൾ ഇതാണ് ഫിനിക്സിൻ്റെ ബേസ്. ഇതിൻ്റെ ഇൻറ്റീരിയർ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിനു മുമ്പ് തന്നെ നമ്മൾ കളിയൊക്കെ സ്റ്റോപ്പാക്കി. ക്ലാസ്സും ഓരോ ജോലി തിരക്കും അങ്ങനെയൊക്കെ ആയിപ്പോയി. അപ്പം അവനിത് പാതി വരെയൊക്കെ പണിഞ്ഞു വെച്ചു. പിന്നെ ഇങ്ങോട്ട് നമ്മുടെ കുറച്ച് ഫാംസ് ഒക്കെ വരുന്നുണ്ട്. അവിടെ ആയിട്ട് ഓട്ടോ സ്മെൽറ്റർ, പിന്നെ ഒരു നെതർവാർട്ട് ഫാം, അവിടെ വൂൾ ഫാം, പിന്നെ ഒരു ഗോൾഡ് ഫാം, അയൺ ഫാം, പിന്നെ ക്രീപ്പർ ഫാം അവിടെ. പിന്നെ കുറേ ഇതൊരു ഷുഗർ കെയിൻ ഫാമാണ്. വേറെ വലിയ ഫാമൊക്കെ, അതായത് റൈഡ് ഫാം അങ്ങനത്തെ ഫാമൊക്കെ കുറച്ച് ലോങ് ആയിട്ടാണ് ഗൈസ്. അപ്പം ഇനി നമുക്ക് സഫുവിൻ്റെ ബേസിൽ പോയിട്ട് ബാക്കി കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ഇതുവഴി വേറൊരു പാത്തൂടെ കൊടുത്തിട്ടുണ്ട്. സോ ഇതുവഴി ഇങ്ങനെ പോകുമ്പം നമുക്കിവിടെ ഒരു പാലം കാണാൻ പറ്റും. പാലം ഇതും നമ്മുടെ സഫുവിൻ്റെ ഐഡിയ ആണ്. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒരു വീവിങ് ഏരിയ അങ്ങനെയൊക്കെ സെറ്റപ്പ് ആണ് ഗൈസ്. ഇവിടെ ജസ്റ്റ് ഒരു വലിയ പാലം. ഇനി നമ്മുടെ കൂടെ കളിച്ച വേറെ 2 പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു, അവരുടെ ബേസ് കൂടെ കാണിച്ചു തരാം. വലിയ ബേസ് എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് നമ്മൾ ഒരു പണിഞ്ഞൊരു ബേസാണ് ഗൈസ്. ഇതാണ് നമ്മുടെ കൂടെ കളിച്ച മറ്റൊരു പ്ലെയറിൻ്റെ ബേസ്. ഇത് മിന്നിലടിച്ച് മൊത്തം കത്തിപ്പോയതാണ് ഗൈസ്. പിന്നെ അത് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാണ്. ഇതാണ് നമ്മുടെ നെതർ പോർട്ടലിലേക്ക് പോകാനുള്ള, നെതർ ഹബിലേക്കൊക്കെ പോകാനുള്ള സംഭവം. ഇവിടെ നമ്മൾ ഫസ്റ്റ് ബേസ് ഒക്കെ വെക്കുന്നതിന് നമ്മളിവിടെ ആയിരുന്നു തങ്ങിയിരുന്നതൊക്കെ. സോ അതിൻ്റെ ഐറ്റംസും സാധനങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. ഇപ്പുറത്തെ ഉണ്ട്. ഓക്കെ, അപ്പം ഇതുവഴി ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് കൂടെ കളിച്ച വേറൊരാളുടെ കൂടെ ഇവിടെയും ചെറിയ പോണ്ടൊക്കെ ഉണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതാണ് മറ്റൊരാളുടെ ബേസ്. ഇവിടെ കളിച്ച മറ്റൊരാളുടെ ബേസ്. പുള്ളി അത്യാവശ്യം നല്ലപോലെ ഗ്രൈൻഡൊക്കെ ആക്കിയിട്ടുണ്ട്. നൈസ് ബേസൊക്കെ പണിഞ്ഞ്. ഇവിടെ ചെറിയ ഫാമും 2 ഷുഗർ കെയിൻ ഫാമുണ്ട്. പിന്നെ ഇവിടെ മൊത്തം തണ്ണിമത്തനും, ഐ മീൻ മെലൺ, ക്യാരറ്റ്, വീറ്റ് എല്ലാം ഉള്ള സെറ്റപ്പ് ഉണ്ട്. ഓക്കെ, പറ്റാത്തന്നെ. അപ്പോൾ ഇവിടെ ആയിട്ടാണ്
ആ പുള്ളിയുടെ തന്നെ ഒരു പുതിയൊരു ബേസ് വരാൻ ഇരുന്നത്. പിന്നെ പുള്ളി ക്ലാസ്സിൻ്റെ തിരക്കൊക്കെ ആയതുകൊണ്ട് പിന്നെ കയറാൻ പറ്റിയില്ല. ഇവിടെ ആയിട്ടായിരുന്നു വരായിരുന്നത്. ഓക്കെ, ആക്കാണ് നമ്മുടെ ഇതെന്താ വില്ലേജർ ബ്രീഡറാണ്. സോ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ട്രേഡിംഗ് ഹാൾ വരുന്നത്. ഓക്കെ, ട്രേഡിംഗ് ഹാൾ എന്നിട്ട് ഇവിടെ ആയിട്ട് വരും. അധികം സെറ്റപ്പ് ഒന്നുമില്ല. ഇവിടെ നോർമലായിട്ട് അയൺ കൊടുത്ത് ട്രേഡ് ചെയ്യാൻ പറ്റുന്നവർ. യെസ്, നമുക്ക് ഷോപ്പിലേക്ക് പോവാം. ഓക്കെ, ഇനിയിപ്പോട്ടെ താഴെ നമ്മുടെ ഒരു സ്പ്രൂസ് ഫാം ചെയ്യുന്ന ഏരിയ. ഓക്കെ, ഇതാണ് നമ്മുടെ PvP അരീന. നമ്മുടെ ഇവിടുത്തെ ഈ ഒരു ഡിസ്പ്ലേയിൽ PvP അരീന ആയിരുന്നത്. ഓക്കെ, പിന്നെ ബീക്കണൊക്കെ ഗ്രൈൻഡ് ചെയ്ത് അത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മെഗാ ബിൽഡിലേക്ക് പോകാം. മെഗാ ബിൽഡ്. ഓക്കെ, നമ്മൾ ഈ പാലത്തിൻ്റെ അവിടെ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. ഓക്കെ, ഇതുവഴിയാണ് നമ്മുടെ മെഗാ ബിൽഡിലേക്ക് പോകുന്നത്, അതായത് മെഗാ ബേസ്. ഓക്കെ, ഇത് തന്നെ സെറ്റപ്പ് മൊത്തം ഒരു മൂകത, ഐ മീൻ ക്ലൗഡി ഫീലൊക്കെ വരുന്ന വെച്ചാൽ നമ്മളൊരു ടെസ്റ്റർ പാക്ക് ഇട്ടിട്ടുണ്ട്, മൂൺലൈറ്റ് എന്ന് പറയുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ ജസ്റ്റ് അങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും. അത്യാവശ്യം നൈസ് ഒരു മെഗാ ബിൽഡാണ് ഇവിടെ പണിഞ്ഞ് വെച്ചിരുന്നത്. ഐ മീൻ ഒരു ഡ്രാക്കുള കാസ്റ്റിൽ എന്നൊക്കെ വേണേൽ പറയാവുന്ന രീതിയിൽ അത്യാവശ്യം സെറ്റപ്പായിട്ട് പണിഞ്ഞിട്ടുണ്ട്. ഇൻറ്റീരിയർ ഒന്നും ചെയ്യാൻ സമയം കിട്ടിയില്ല ഗൈസ്. അപ്പം നമ്മൾ ഉള്ള ടൈം കൊണ്ട് തന്നെ ഇത് അത്യാവശ്യം നൈസായിട്ട് തന്നെ പണിഞ്ഞിട്ടുണ്ട്. വേണ്ട, നമുക്ക് നോക്കി മനസ്സിലാവും. ഓക്കെ, ഒരു 100 അബവ് ഒരു 70 ഓൾമോസ്റ്റ് 70 ബ്ലോക്ക് ഹൈറ്റിൽ വരുന്നൊരു ബിൽഡാണ്. നമ്മൾ 100-ൽ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ മെഗാ ബിൽഡ്. അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ ഉണ്ട്. പപ്പിക്കുട്ടി ഗൈസ്. നമ്മൾ ഇവിടെ എല്ലാം നല്ല ക്ലിയർ ആക്കിയതായിരുന്നു. ഇവിടെ എല്ലാം നമ്മൾ അത്യാവശ്യം മരം എല്ലാം വെട്ടി നിരത്തി ഇവിടെ നമ്മളൊരു കസ്റ്റം വില്ലേജ് കൊണ്ടുവരാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പിന്നെ ആൾക്കാരൊക്കെ പതിയെ കൊഴിഞ്ഞു പോയപ്പോൾ പിന്നെ നമ്മൾ ആ പ്ലാന് നടത്തിയില്ല. ഇവിടെ ഒരു കസ്റ്റം വില്ലേജിന് വേണ്ടിയാണ് ഇത്രയും ക്ലീനൊക്കെ ആക്കിയിട്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഈ ഒരു ലെറ്റ്സ് പ്ലേ വേൾഡ് എന്ന് പറയുന്നത്. പിന്നെ കുറേ ഗാസ്റ്റ് ഫാമൊക്കെ ഉള്ളത് നെതറിലാണ്. അത് എല്ലാവർക്കും അറിയാമല്ലോ, ജസ്റ്റ് ഒരു ഫാം, ഇത്രേ ഉള്ളൂ. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഫസ്റ്റ് വീഡിയോ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഫസ്റ്റ് ഓൺ വോയിസ് വീഡിയോ ആണ്. എങ്ങനെയാണെന്ന് അറിയില്ല. ഓക്കെ, ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.